ടഫ് മത്സരമാണ്. യൂത്ത് അല്ലേ അഷർ ടൈറ്റ് മത്സരമാണ്. ജനങ്ങളുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്ന ഒരാളാണ്. ചെറുപ്പക്കാര കൂട്ടത്തില് ഏറ്റവും നല്ല സ്മാർട്ടാണ് ആള്. ഒറ്റ വോട്ടിൽ ഒതുങ്ങാത്ത ചോദ്യങ്ങളുമായി വോട്ടറുടെ ശബ്ദം ഇന്ന് എത്തി നിൽക്കുന്നത് ചങ്ങരംകുളം ഡിവിഷനിലാണ്. നിങ്ങളുടെ ചോദ്യങ്ങളും നിങ്ങളുടെ ഉത്തരങ്ങളുമാണ് ജനാധിപത്യത്തിന്റെ യഥാർത്ഥ ശക്തി. ചങ്ങരംകുളം ഡിവിഷനിൽ ആര് ജയിക്കുമെന്ന് നമുക്ക് ഇവിടുത്തെ ജനങ്ങളോട് തന്നെ നേരിട്ട് ചോദിച്ചറിയാം. ചേട്ടാ, ഇത്തവണ ചങ്ങരംകുളം ഡിവിഷനിൽ ആര് ജയിക്കുന്ന തോന്നുന്നു? ആര് ജയിക്കുന്ന കാരണം UDF ജയിക്കാനാണ് സാധ്യത. മൊത്തത്തിൽ കേരളത്തിൽ UDF ജയിക്കാനാണ് സാധ്യത. മാറ്റം ആഗ്രഹിക്കുന്നുണ്ട് ആളുകൾ. ചേട്ടാ, ഇത്തവണ ചങ്ങരംകുളം ഡിവിഷനിൽ ആര് ജയിക്കുന്ന തോന്നുന്നു? എന്റെ അഭിപ്രായത്തിൽ അസറിനാണ് സാധ്യത. കാരണം ആള് കൂടുതൽ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ജനങ്ങളുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്ന ഒരാളാണ്. ചെറുപ്പക്കാര കൂട്ടത്തില് ഏറ്റവും നല്ല സ്മാർട്ടാണ് ആള്. അത് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. ഡിവിഷനിൽ ആര് ജയിക്കാനാ സാധ്യത? അഷർ. ആര് ജയിക്കുന്ന കാരണം യൂത്ത് അല്ലേ? ആര് ജയിക്കുന്ന പ്രതീക്ഷ? പിന്നെ ആള് കൂടുതൽ ആരോന്ന് വെച്ചാല് ഇവിടെ ഇപ്പൊ ഭരണകൂടമൊന്നും നമുക്കൊരു നല്ല കാര്യമാണ്. ഇത്രയും കാലം ജില്ലാ പഞ്ചായത്ത് വെച്ചിട്ടൊന്നും നമുക്കൊരു ഗുണമുണ്ടായി. അപ്പൊ ഈ പ്രാവശ്യം UDF ചുറ്റി വരാനുള്ള സാധ്യത. UDF ജയിക്കുന്നു. തവണ ചങ്ങരംകുളം ഡിവിഷൻ ആര് ജയിക്കുന്ന തോന്നുന്നു? അത് അഷർ തന്നെയാണെന്നാണ് തോന്നുന്നത്. പ്രതീക്ഷ അതാണ്. ചേട്ടാ, ഇലക്ഷൻ ഒക്കെ അടുത്തു. ഇത്തവണ ചങ്ങരംകുളം ഡിവിഷൻ ആര് ജയിക്കുന്ന ചേട്ടൻ? UDF സ്ഥാനാർത്ഥിക്ക് സാധ്യത കൂടുതൽ. അതൊരു ചെറുപ്പക്കാരനാണ്, നാളെ ഒന്നും ചെയ്യാൻ കഴിയുള്ള ആളാണ്. അതുകൊണ്ടാണ് കുറച്ചുകൂടി പ്രയോറിറ്റിയാണ്. പിന്നെ പുതിയ അടുത്ത വർഷത്തിന്റെ നല്ല മുഖമുള്ള എല്ലാവരും കൊണ്ടുകൂടി കുറച്ചുകൂടി പ്രയോറിറ്റി. ഇത്തവണ ചങ്ങരംകുളം ഡിവിഷൻ ആരാ ജയിക്കുക? അഷറഫ് ജയിക്കും. അഷറഫ് വെൺമുത്ത് ജയിക്കുമെന്നാണ് പ്രാവശ്യം. ചേട്ടാ, ഇത്തവണ ഇലക്ഷനിൽ ചങ്ങരംകുളം ഡിവിഷൻ ആര് ജയിക്കുന്ന ചേട്ടന് തോന്നുന്നു? ഷഹീർ LDFന്റെ പാർട്ടിക്കാണ്. അതുകൊണ്ട് ചേട്ടാ, ഇത്തവണ ചങ്ങരംകുളം ഡിവിഷനിൽ ആര് ജയിക്കാനാ സാധ്യത? ടഫ് മത്സരമാണ്. അതായത് ഒരു നേരിയ മാർജിന് ജയിക്കണം വാർഡാണ്, അല്ലെ ജില്ലയുണ്ട്. അപ്പൊ അതിൻ്റെതായ ഒരു ഇതുണ്ട്. രണ്ടു കൂട്ടർക്കും ഇതുണ്ട്. ചേട്ടാ, ഇപ്പൊ ഇലക്ഷനൊക്കെ അടുത്തു. ഇത്തവണ ചങ്ങരംകുളം ഡിവിഷൻ ആര് ജയിക്കുന്ന ചേട്ടന് തോന്നുന്നത്? ഇപ്രാവശ്യം ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങൾ പറയുകയാണെന്ന് വെച്ചെങ്കിൽ ഇവിടെ സ്റ്റാൻഡിന്റെ നവീകരണത്തിന്റെ ഭാഗമായിട്ട് ട്രാവലർ സ്റ്റാൻഡിൽ നിന്ന് ഉണ്ടായിരുന്ന സ്ഥലവും നവീകരണത്തിന്റെ ഭാഗമായിട്ട് അവരുടെ ഫ്ലവർ ഗാർഡൻ, അതുമാതിരി വയോധികരുടെ പാർക്ക്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വരുന്ന കാരണം നമുക്കിപ്പോൾ വണ്ടിയിടാനുള്ള സജ്ജീകരണം ഇല്ല. 100 ചില്ലറ മെമ്പർമാരുള്ളൊരു സ്റ്റാൻഡാണത്. ആ സ്റ്റാൻഡിൽ വണ്ടിയിടാനുള്ള സൗകര്യം ഇല്ലാത്തത് കൊണ്ട് നമുക്ക് സ്ഥലം തരാറിഞ്ഞിട്ട് ഇതുവരെയും സ്ഥലം കിട്ടിയിട്ടില്ല. ആ സ്ഥലം കിട്ടാത്തൊരവസ്ഥയാണ് എന്ന് വെച്ചെങ്കിൽ നമ്മൾ ഈ ഇലക്ഷൻ ബഹിഷ്കരിക്കും. അതാണ് എല്ലാ മെമ്പർമാരും തീരുമാനിച്ചിട്ടുള്ളത്. 100 ചില്ലറ മെമ്പർമാരുള്ളൊരു ഇതാണ്. അത് ആലങ്കോട് നന്നമുക്ക് പഞ്ചായത്തിൽ പെടുന്നതാണ് ഈ മെമ്പർമാർ മൊത്തം. ചേട്ടാ, ഇലക്ഷനൊക്കെ അടുത്തു. ഇത്തവണ ചങ്ങരംകുളം ഡിവിഷനിൽ ആര് ജയിക്കുന്ന തോന്നുന്നത്? ചങ്ങരംകുളം ഡിവിഷൻ അസാർ കാരണം എന്താ? കാരണം ചെറുപ്പക്കാരനല്ലേ, ജനങ്ങൾക്കൊക്കെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരാളുണ്ട്. ആര് ജയിച്ചാലും നന്മ ജയിക്കട്ടെ, നാട് നന്നാവുക, അതാണ് ആവശ്യം. ചേട്ടാ, ഇത്തവണ ചങ്ങരംകുളം ഡിവിഷനിൽ ആര് ജയിക്കാനാണ് സാധ്യത? UDF സ്ഥാനാർത്ഥി തന്നെ കഴിക്കാൻ സാധ്യത. കാരണം ജനങ്ങൾക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് എല്ലാ കാര്യങ്ങളും. ജനങ്ങൾ അത്ര വലിയ വിവരമില്ലാത്തതൊന്നുമല്ല, പക്ഷെ പറയില്ല എന്ന് മാത്രമേ ഉള്ളൂ. എങ്കിലും ജയിക്കും. UDF സ്ഥാനാർത്ഥി ജയിക്കണം പ്രതീക്ഷ. ചേട്ടാ, ഇത്തവണ ചങ്ങരംകുളം ഡിവിഷനിൽ ആര് ജയിക്കാനാണ് സാധ്യത? UDF ജയിക്കാനാണ് സാധ്യത. കാരണം അവരുടെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മറ്റതൊക്കെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഒരു വാഗ്ദാനങ്ങൾ മാത്രമേ ഉള്ളൂ. അതൊന്നും ജനങ്ങൾക്ക് ഇന്നവരെ എത്തിയിട്ടില്ല. ഇലക്ഷനൊക്കെ അടുത്തു. ഇത്തവണ ചങ്ങരംകുളം ഡിവിഷൻ ആര് ജയിക്കുന്ന തോന്നുന്നു? ഞങ്ങളുടെ അഭിപ്രായം പറഞ്ഞാലേ ഇവിടെ ഇപ്പോൾ ടൈറ്റ് മത്സരം നടക്കുന്നുണ്ട്. ഇപ്പോൾ ഇടതാണ് ഇപ്പോൾ പഞ്ചായത്ത് ഭരിക്കണത്. ചിലപ്പോൾ ഇടതായാലും UDF ആണെങ്കിലും ഞങ്ങൾക്കൊരു ഈ ഡ്രൈവർമാർക്ക് ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ ഈ സ്റ്റാൻഡ് ഞങ്ങൾക്കൊരു ഞങ്ങൾക്ക് ഫിക്സഡ് ആയിട്ടൊരു അനുമതി തന്നിട്ടില്ല. ഞങ്ങളിപ്പോൾ റവന്യൂവിൻ്റെ സ്ഥലത്താണ് ഞങ്ങൾ ഈ വണ്ടിയുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇതിൽ ഒരുപാട് ആളുകൾ ഞങ്ങളുടെ കുടുംബം ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിവിടെ വരുന്നത്. അപ്പോൾ നമ്മളിവിടെ ഈ ഓട്ടോ ചാർജ് എന്ന് പറഞ്ഞിട്ട് ഈ കിട്ടുന്ന 30 റുപ്യക്കാണ് നമ്മൾ ഓടുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഏത് ഗവൺമെന്റ് വന്നാലും ഞങ്ങൾക്ക് കുറച്ച് ഈ ഡ്രൈവർമാർ, ഈ വെള്ളിമൂങ്ങ, ഈക്കോ എന്ന് പറയുന്ന ഡ്രൈവർമാർക്ക്
ഒരു വണ്ടി ഇടാനുള്ള ഒരു അനുമതി ഞങ്ങൾക്ക് ഇവിടെ ചങ്ങരോട്ട് ഞങ്ങൾക്ക് അനുമതി ചെയ്തു തരണം. അത് ഏത് ഗവൺമെന്റ് ഏത് രാഷ്ട്രീയക്കാരായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു വിഷയമല്ല. നമുക്ക് മനസ്സിൽ രാഷ്ട്രീയം ഒരാൾക്കുണ്ട്, പക്ഷെ ഞങ്ങൾക്ക് ഈ ഡ്രൈവേഴ്സിന് ഞങ്ങൾക്ക് പൊതു ആയിട്ടുള്ള ഒരു രാഷ്ട്രീയം ഞങ്ങൾക്കില്ല. അപ്പോൾ ഞങ്ങൾക്കൊരു സ്റ്റാൻഡ് ഞങ്ങൾക്കൊന്ന് വ്യക്തമായിട്ട് ഞങ്ങൾക്ക് ഇവിടെ ഒരു പരിഹരിച്ച് തരിക എന്നുള്ളതാണ് ഞങ്ങളെ ഡ്രൈവർമാരുടെ അഭ്യർത്ഥന. ചേട്ടപ്പ ജില്ലാ പഞ്ചായത്തിൽ നിന്ന് ചങ്ങരംകുളം ഡിവിഷനിൽ ആര് ജയിക്കാനാണ് സാധ്യത? അത്യാവശ്യം പിന്നെ പെരുമുക്ക് തീർച്ചയായിട്ടും ജയിക്കാനുള്ള സാധ്യതയുണ്ട്. എല്ലാ സാഹചര്യവും അതിന് ഒരുക്കുന്നുണ്ട്, അതിനെ ശ്രമിക്കുന്നുണ്ട്. അത് വിജയകരമായിട്ട് യാതൊരു സംശയമില്ല. ചേട്ടൻ എന്താ തോന്നുന്നത്? ചേട്ടപ്പ തെരഞ്ഞെടുപ്പൊക്കെ അടുത്തു. ഇത്തവണ ഈ ചങ്ങരംകുളം ഡിവിഷനിൽ ആര് ജയിക്കാനാണ് സാധ്യത? UDF-നാണ് കൂടുതൽ സാധ്യത. ഉറപ്പാണ് 100% UDF-നുള്ള സാധ്യത. കാരണം ഇപ്പോഴത്തെ ഈ പ്രവർത്തനത്തിന് ഏറ്റവും മുൻഗണന നിൽക്കുന്ന ചെറുപ്പക്കാരാണ്. ഇപ്പോൾ ഇവിടെ ഈ പ്രാവശ്യത്തിൽ നിൽക്കുന്നതും ചെറുപ്പക്കാരാണ്. അപ്പൊ അവര് വരട്ടെ, പ്രായമുള്ളവരൊക്കെ മാറി നിന്നിട്ട് ചെറുപ്പക്കാർ വരട്ടെ മുന്നേ. ഒരുപാട് കാലങ്ങളായിരുന്നു നമ്മൾ ഈ പ്രായമുള്ളവരെ തന്നെ അതിൽ നിന്നൊക്കെ മാറി പുതുതലമുറ വരെ. ഡിവിഷനിൽ ആര് ജയിക്കുന്നത് തോന്നുന്നത്? അവര് ജയിക്കുന്നതിന് കാരണം ജയിച്ചുകൊണ്ടിരിക്കുന്നതല്ലേ എല്ലാ പ്രാവശ്യം അതിന് കാരണം കാരണം എന്താ? കഴിഞ്ഞ പ്രാവശ്യം LDF ജയിച്ച സ്ഥലമാണ്. പിന്നെ പഴയ പഞ്ചായത്ത് പ്രസിഡന്റാണ് ഇപ്പോൾ നിൽക്കുന്നത് ജില്ലാ പഞ്ചായത്തിൽ. അതുകൊണ്ട് മുൻതൂക്കം മൂപ്പർ തന്നെയാണ് ഇവിടെ കാണാനുള്ളത്. പല ആശയമുള്ള ആൾക്കാരും നമ്മുടെ സുഹൃത്തുക്കള് ഡ്രൈവേഴ്സ് നമ്മുടെ ഇതില് പ്രത്യേകിച്ച് സ്റ്റാൻഡ് ഒന്നാമത്, രണ്ടാമത് റോഡ്, ഈ ചുറ്റുവട്ടത്തിലുള്ള സ്റ്റാൻഡ് ചുറ്റുവട്ടത്തിൽ ചങ്ങോളം ചുറ്റുവട്ടത്തിലുള്ള റോഡ് മഹാമോശമാണ്. ഞങ്ങൾക്കിപ്പോൾ ഈ ടാക്സ് മറ്റുള്ള കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഓടുന്നുള്ള ടാക്സ് തന്നിട്ടുണ്ട്. ആ റോഡ് വികസനം മുഖ്യ ധാരയായിട്ട് ഞങ്ങൾ ഉന്നയിക്കുകയാണ്. അതേപോലെ എനിക്ക് പറയാനുള്ള എല്ലാ കാര്യങ്ങളും മുൻപന്തിയിൽ നിൽക്കുക, ഞങ്ങളുടെ അവകാശങ്ങളൊക്കെ നേടിക്കുക. ഡ്രൈവേഴ്സിന്റെ പ്രത്യേകിച്ച് ഡ്രൈവർ എന്ന നിലയ്ക്ക് പറയാണ്, അത്ര മാത്രമേ പറയുള്ളൂ. ആര് വന്നു ഇത്തവണ ചങ്ങരംകുളം ഡിവിഷനിൽ ആര് ജയിക്കുന്ന തോന്നുന്നത്? കൃത്യമായിട്ട് ഞങ്ങൾക്കൊന്നും പറയാൻ പറ്റില്ല. ഇപ്പോഴത്തെ അവസ്ഥ രാഷ്ട്രീയത്തിന്റെ അങ്ങോട്ട് കൊണ്ട് ചാർജാട്ടം ഞാൻ എങ്ങനെ പറയാൻ പറ്റില്ല. ടൈറ്റ് മത്സരമാണ്. ടൈറ്റ് മനസ്സിലാവും. ചേട്ടൻ എന്താ തോന്നുന്നു? അങ്ങനെയാണ് ഇപ്പൊ കറക്റ്റായിട്ട് പറയാനും പറ്റില്ല. സാറിനെ ആലുകൊണ്ട് പ്രസിഡന്റായിട്ട് ഉണ്ടായിരുന്ന ആളാണ്. ചാൻസ് ഉണ്ടോ വെച്ച് പറയാനും പറ്റില്ല. ആരായാലും ജയിക്കട്ടെ. ഇത്തവണ ചങ്ങരംകുളം ഡിവിഷനിൽ ആര് ജയിക്കുന്നു നിങ്ങൾക്ക് തോന്നുന്നത്? ഇത്തവണ ചങ്ങരംകുളം ഡിവിഷനിൽ ആര് ജയിക്കുന്ന വെച്ചാൽ ഞങ്ങളെ ഡ്രൈവേഴ്സ് കോൺട്രാക്ട് ഏരിയ ഡ്രൈവേഴ്സ് യൂണിയൻ, പിന്നെ ഞങ്ങളുടെ നിലവിലെ സ്റ്റാൻഡ് ഉണ്ടായിരുന്നത് ഈ ചങ്ങരംകുളം ഹൈവേ ഈ ടൗൺ നവീകരണത്തിന് അനുവദിച്ചിട്ട് സ്റ്റാൻഡ് എടുത്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരതിന് വേറെ സ്ഥലം തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇതുവരെ അതിനൊരു പിന്നെ തീരുമാനമൊന്നും ആയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്രാവശ്യം ഞങ്ങൾ ഒറ്റക്കെട്ടായി തീരുമാനിച്ചില്ല. ആരാണോ ഞങ്ങളെ സഹായിക്കണ രാഷ്ട്രീയ പാർട്ടിക്ക് അവർക്ക് ഞങ്ങൾ വോട്ട് ചെയ്യുന്നുള്ളതാണ് ഒറ്റക്കെട്ടിൽ തീരുമാനം എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഇലക്ഷന് മുന്നേ ആരാണ് ഞങ്ങൾക്ക് അതിന് സപ്പോർട്ട് ചെയ്ത് വരുന്നതെങ്കിൽ അവരെ ഞങ്ങൾ തിരിച്ച് സപ്പോർട്ട് ചെയ്യും. അങ്ങനെയാണ് ഞങ്ങൾ തീരുമാനം. 100 വണ്ടികൾ ഞങ്ങൾ അവിടെ സ്റ്റാൻഡിൽ ഇട്ടിരുന്നതാണ്. ഞങ്ങൾക്കിപ്പോൾ പിന്നെ വണ്ടികൾ ഇടാൻ എവിടെയും ഒരു സ്ഥലമില്ല. ഇപ്പോൾ ഓരോ കടകളുടെ മുന്നിലാണ് ഞങ്ങൾ ഇടുന്നത്. അപ്പോൾ ഈ കടക്കാർ വന്നിട്ട് ഞങ്ങളോട് വണ്ടി അവിടെ മാറ്റാനും ഇതൊക്കെ പറഞ്ഞത്. ഈ അധികാരികളെ എത്തിക്ക് ഞങ്ങൾ ചെല്ലുമ്പോൾ അവർ പറയും ഞങ്ങൾക്ക് സ്ഥലമുണ്ട്, പക്ഷേ പിന്നെ ഇവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരോട് പറയും ഞങ്ങളോടൊന്നും പറഞ്ഞിട്ടില്ല, ഇവിടെ ഇന്ന പാർക്കാണ് ഞങ്ങൾക്ക് പറഞ്ഞിരിക്കുന്നത്, വണ്ടി ഇടാനുള്ള സൗകര്യം ഞങ്ങളോട് പറഞ്ഞിട്ടില്ല എന്നാണ് അവർ പറഞ്ഞത്. ഇതിനെന്തായാലും പിന്നെ ഞങ്ങൾക്കൊരു സ്ഥലം തന്നിട്ടുണ്ടെങ്കിൽ ഇത് എന്തായാലും ഈ ഇലക്ഷന്റെ കാര്യത്തിൽ ഭയങ്കര ബുദ്ധിമുട്ടാവും. സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ MLA അതുപോലെ പിന്നെ PW പഞ്ചായത്തിൽ എല്ലാം ഞങ്ങൾ പോയിട്ട് നിവേദനം കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊന്നും ഒരു ഭാഗത്തുനിന്നൊരു പിന്നെ വേറെ രൂപത്തിലുള്ള മാറ്റങ്ങളൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ ഇപ്പോൾ ഞങ്ങളെടുത്തൊരു തീരുമാനം എങ്ങനെയാണ്, ആരാ ഞങ്ങളെ സഹായിക്കണം വെച്ചാൽ അവരെ ഞങ്ങൾ തിരിച്ച് സഹായിക്കും, അവർക്ക് ഞങ്ങൾ തിരിച്ചു വോട്ട് ചെയ്യുന്നതാണ്. ഞങ്ങൾ എവിടെ വണ്ടി ഇട്ടിക്കണം എന്നുള്ളത് നിങ്ങൾ നോക്കി നോക്കും. ഞങ്ങൾ നല്ല രീതിയിൽ അവിടെ പിന്നെ ഷെഡും കെട്ടിട്ട് നല്ല ഇതിൽ പിന്നെ ഇരുന്നിരുന്ന സ്ഥലമാണ്. അപ്പം ഞങ്ങൾ ഓരോ വണ്ടിയിലാണ്. ഈ വണ്ടിയിൽ ഓരോ ദിവസവും അങ്ങോട്ടോട്ട് മാറി ഇരിക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ എല്ലാവരും വന്നിരിക്കുമ്പോൾ ആ വണ്ടിയിൽ ഭയങ്കര കച്ചറ ഇതൊക്കെ ആകുക. നല്ല ഇതിലും ക്ലീനർമാരൊക്കെ കഴുകിയിട്ട് കൊടുന്നിരുന്ന ഒരു വണ്ടികളാണ്. അപ്പോൾ ഓരോരുത്തരും ഇങ്ങനെ വന്നിരുന്നു. ഞങ്ങൾക്ക് ഇരിക്കാനൊരു സ്ഥലമില്ല, ഒന്നുമില്ല. ഇരിക്കാൻ സ്ഥലം ഇല്ലെങ്കിലും പോട്ടെ, വണ്ടി ഇടാനുള്ള ഒരു സൗകര്യം ഞങ്ങൾക്ക് എന്തായാലും തരണം. കാരണം കണ്ട നിങ്ങൾ നോക്കി ഈ കടകൾ നോക്കി നോക്കി കടയുടെ മുന്നിലാണ് ഞങ്ങൾ ഈ വണ്ടികൾ ഇട്ടെടുത്തത്. അവർ എന്നും പറയും ഇവിടെ ഇടാൻ പാടില്ല കേട്ടാ, നിങ്ങൾ ഇന്നും ഒരു വണ്ടി ഇട്ട് കഴിഞ്ഞാൽ നാളെ വേറെ വണ്ടിയാണ് അങ്ങനെ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത് എന്തായാലും ഇലക്ഷന്റെ മുന്നേ ഞങ്ങൾക്ക് പിന്നെ ഇതിനൊരു സ്ഥലം ഞങ്ങൾക്ക് തന്നിട്ടില്ലെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടാണ്. ഞാൻ പിന്നെ എല്ലാവരും പല പാർട്ടിക്കാരാണ്, ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് തന്നെ ഇവിടെ നിൽക്കും. ചേട്ടാ ഇലക്ഷനൊക്കെ അടുത്തു. അപ്പോൾ ഇത്തവണ ഈ ചങ്ങരംകുളം ഡിവിഷനിൽ ആര് ജയിക്കാനാ സാധ്യത? ഇത്തവണ ചങ്ങരംകുളം ഡിവിഷനിൽ നിന്ന് UDF-ന്റെ സ്ഥാനാർത്ഥി അഷർ പെരുമുക്ക് ജയിക്കുമെന്നാണ് എൻ്റെ അഭിപ്രായം. അവർ ജയിക്കുന്നതിന്റെ കാരണം എന്താ വെച്ചാൽ 10-20 വർഷത്തോളമായി ചങ്ങരംകുളം ഡിവിഷൻ പിന്നെ LDF-ന്റെ കയ്യിലാണ്. കയ്യിൽ ആയതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ 20 വർഷക്കാലമായിട്ട് വേണ്ടത്ര ഒരു വികസനമോ അതല്ലെങ്കിൽ പറയത്തക്ക കാര്യങ്ങളോ ഈ പിന്നെ ചങ്ങരംകുളം ഡിവിഷനിൽ പിന്നെ ജില്ലാ പഞ്ചായത്തിൻ്റെ മെമ്പർമാർ
കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല.